Okay, good afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതായിരുന്നു ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ് അല്ലെ. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ വളരെ കുറച്ച് ഭാഗം കൂടി ഉള്ളത് നമുക്ക് ഇനി അത് എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിയുകയാണ്. അപ്പോ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് തുടങ്ങി ഒന്ന് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാനാണ് കേട്ടോ ആദ്യം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലാസ്റ്റ് വരുമ്പോ എന്തെങ്കിലും ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തുടങ്ങിയുള്ളതെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ് തുടങ്ങിയത് എല്ലാവരും മ്യൂട്ട് ചെയ്യുക. പിന്നെ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ മ്യൂട്ട് മാറ്റിക്കൊണ്ട് കുറച്ച് ആൻസേഴ്സ് ഒക്കെ പറയണം കേട്ടോ. ഓക്കെ, നമ്മള് ചാപ്റ്ററിൽ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് അല്ലെ, നമ്മള് തുടക്കത്തില് അതിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇൻട്രാ ആൻഡ് ഇന്റർ ട്രാൻസ്ഫറിനെ പറ്റി പറഞ്ഞു അല്ലെ. ഇൻട്രാ ആൻഡ് ഇന്റർ ട്രാൻസ്ഫർ അല്ലെ. ഇന്റർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ് ഇന്റർ എന്ന് പറയുന്നത് അല്ലെ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിന് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇൻട്രാ. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? ഇൻട്രാ ഓർ ഇന്റർ, അതാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് അല്ലെ. ഇത് നമ്മൾ പറഞ്ഞു ദ മെയിൻ എയിം അല്ലെ, ഓൾ ഷിഫ്റ്റിംഗിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. അതാണ് ഒരു ഷിഫ്റ്റിംഗിന്റെ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫറിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞായിരുന്നു അല്ലെ. ട്രാൻസ്ഫർ എന്താണ്, ഒരു ട്രാൻസ്ഫർ എന്നതുകൊണ്ട് അർത്ഥമാക്കുക എന്നുള്ളൊരു ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു അല്ലെ. ഒരാളൊന്ന് വായിക്കാമോ ഡെഫിനിഷൻ? ഞാൻ പേരെടുത്ത് പറയണോ ഇനി? ആരാ വായിക്കുക? Transfer is defined as preparing patient, completing requisite records and shifting patient to another department within the hospital or to another hospital അല്ലെങ്കിൽ home. ഓക്കെ, ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാല് പേഷ്യന്റിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് അല്ലെ. എവിടാണ്? ഒന്നില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഹോം അല്ലെ. ഇതാണ് ഒരു ട്രാൻസ്ഫർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കിയായിരുന്നു പർപ്പസ് എന്തൊക്കെയാണത് അല്ലെ. എന്തെല്ലാം ഉദ്ദേശങ്ങളാണ് അല്ലെ ഈ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ. മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കെയർ ലഭിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പോ ഇനി പർപ്പസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഓരോ പോയിന്റ് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കണം കേട്ടോ. ടു ഗെറ്റ് നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ അല്ലെ. നെസസറി ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ അല്ലെ. ട്രീറ്റ്മെന്റ് നഴ്സിംഗ് കെയർ കൂടുതൽ കിട്ടുന്നതിന്. സ്പെഷ്യലൈസ്ഡ് കെയർ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ ലഭിക്കുന്നതിന്. മോസ്റ്റ് സ്യൂട്ടബിൾ യൂട്ടിലൈസേഷൻ ഓർ അവൈലബിൾ ഓഫ് പേഴ്സണൽ ആൻഡ് സർവീസസ് ലഭിക്കുക. ഇനി ടു മാച്ച് സെവറിറ്റി ഓഫ് നഴ്സിംഗ് കെയർ ബേസ്ഡ് ഓൺ പേഷ്യന്റ് ലെവൽ. പേഷ്യന്റിന്റെ നീഡ് അനുസരിച്ചിട്ട് അതിനുള്ള ഒരു നഴ്സിംഗ് കെയർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 2 ടൈപ്സ് ട്രാൻസ്ഫർ പറഞ്ഞായിരുന്നു, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രാ ഓർ ഇന്റർ അല്ലെ, അതുമായിട്ട് സെയിം റിലേറ്റഡ് ആണ്. ഇവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എക്സാമ്പിൾ ആണ് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കുക. എക്സാമിന് നിങ്ങൾക്ക് ഇതുപോലെ എക്സാമ്പിൾ ഇട്ട് തന്നിട്ട് ഏത് ടൈപ്പ് ട്രാൻസ്ഫർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഫ്രം ജനറൽ വാർഡ് ടു ICU ഏത് തരത്തിലുള്ള ട്രാൻസ്ഫർ ആണ്? ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞില്ലേ, ഉള്ളിൽ തന്നെ ഉള്ളത്, അതായത് പുറത്തേക്ക് വേറെ ഹോസ്പിറ്റലിലേക്കല്ല. ആ ഒരു ഹോസ്പിറ്റലിലെ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് വരുന്നതാണ് ഇന്റർ. സെയിം തന്നെ ഇന്റേണൽ ട്രാൻസ്ഫർ. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് ഏതാണ്? ജനറൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ നമ്മൾ പറഞ്ഞില്ലേ ഇൻട്രാ. അപ്പൊ സെയിം തന്നെയാണ് എക്സ്റ്റേണൽ. എക്സ്റ്റേണൽ മീൻസ് നമുക്കറിയാലോ പുറത്തുള്ളത് അല്ലെ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ടേം ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി അല്ലെ, സൗകര്യത്തിനുള്ള കൈമാറ്റം. ആ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രൊസീജിയറിൽ എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് ഉൾക്കൊള്ളുന്നത് അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ പോയിന്റ്സ് ആയിട്ട് ചർച്ച ചെയ്തത്. ജസ്റ്റ് ഒന്ന്
പോയിന്റ്സുകൾ മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഒരു എന്താ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആ സമയത്ത് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് വേണ്ടതെന്നാണ് പറയുന്നത്. ഓരോരുത്തരായിട്ട് ഓരോ പോയിന്റ് ഞാൻ ചോദിക്കട്ടെ, ഓരോരുത്തരായിട്ട് പറയാൻ പറ്റുമോ? ഓക്കെ, നിങ്ങൾ എല്ലാവരും കൂടി പറയുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബ് ആയിട്ട് തോന്നില്ലേ? അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരെ ചോദിക്കാം. അപ്പൊ ഓരോരുത്തർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണോ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് എന്താ ഒരു ഫോളോ അപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമുക്ക് ഇന്ന് എടുക്കാവുന്നതെന്ന് വെച്ചാൽ ഒരു ലാസ്റ്റ് പോർഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് അതും കൂടി കേട്ട അല്ലെ ഒരു ഉൾക്കൊള്ളാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ആ ഫസ്റ്റ് തുടങ്ങി ഒന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ടൈമില് എന്തൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്? കുറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മ കാണുമല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം. അപ്പൊ ഓരോരുത്തരായിട്ട് പറഞ്ഞോ. ധന്യ സ്റ്റാർട്ട് ചെയ്തോ. Check the doctor's order for transfer patients. ഡോക്ടേഴ്സ് Written declaration is required from the doctor. റിട്ടേൺ ഡിക്ലറേഷൻ. ഓക്കെ, നിങ്ങൾ സെയിം അതിനകത്ത് നമ്മള് പ്രിന്റബിൾ അതുപോലെ തന്നെ പറയണമെന്നില്ല കേട്ടാ. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലായി കാണുമല്ലോ ഓരോ കാര്യങ്ങള്, അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, സെയിം കറക്റ്റ് ആ ഒരു വേർഡിൽ തന്നെ പറയണം, സെന്റൻസിൽ പറയണ്ട കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലായത് അതേ രീതിയിൽ നിങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ തന്നെ പറഞ്ഞായിരുന്നു ഒരു പോയിന്റ് റിട്ടേൺ എന്താണ് ഡോക്ടേഴ്സിന്റെ റിട്ടേൺ ആയിട്ടുള്ള ഡിക്ലറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഉണ്ണിമായ. ഉണ്ണിമായ സനീഷ് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് അറിയാവുന്നവർ പറഞ്ഞോ. ഓരോരുത്തരായിട്ട് ഓരോ പോയിന്റ് പറയാട്ടോ. ഞാൻ പറയാം മാഡം. ഓക്കെ ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ പറഞ്ഞോ. Estimate the ward system where the patient is transferred. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട ആരും, കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏതിലാണോ ഏത് ഭാഷയിലാണോ അങ്ങനെ പറഞ്ഞോട്ടാ. സെയിം പോയിന്റ് തന്നെ വേണമെന്നില്ല. ഓക്കെ, Gather all belongings extra. നെക്സ്റ്റ് Due bills payment. ഓക്കെ, നെക്സ്റ്റ് വൺ പറഞ്ഞു പറയാത്തവര് പറയണം കേട്ടോ. ഓക്കെ, Deliver patients X-ray medicine and എക്സ്റേ മെഡിസിൻ അതർ ബിലോങ്ങിങ്സ് വേണം. ഏത് ടൈപ്പ് ട്രാൻസ്പോർട്ട് ആണ് പേഷ്യന്റിന് വേണ്ടതെന്ന് ഡോക്ടേഴ്സും ഇൻചാർജും തമ്മിൽ തീരുമാനിക്കണം. ഡിസൈഡ് ചെയ്യണം ഏത് തരത്തിലുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് നമ്മള് വേണ്ടത്. പേഷ്യൻസിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സും റെക്കോർഡ്സും ഒക്കെ കൊടുക്കണം. സമ്മറി റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്തൊക്കെയായിരുന്നു? പിന്നെ ഡയറ്റ് ചാർട്ട് വേണം. ഓക്കെ, ഡ്യൂ ആയിട്ടുള്ള ലിസ്റ്റുകളൊക്കെ അറേഞ്ച് ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പേഷ്യൻസിനുള്ള റിസ്കുകൾ അനുസരിച്ച് അവർക്ക് വേണ്ട വീൽ ചെയർ, സ്ട്രക്ചർ അങ്ങനെയുള്ളതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, Deliver documents. ഡെലിവറി ഡോക്യുമെന്റ്സ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്തൊക്കെയായിരുന്നു പറയാത്ത പോയിന്റ്സ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? Provide oral മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ആദ്യം ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിലെ പേയ്മെന്റ് ഒക്കെ ക്ലിയർ ചെയ്യിപ്പിക്കണം. പേയ്മെന്റ് ഡ്യൂ ആയിട്ടുള്ള ബിൽസ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ് പറഞ്ഞത്? ന്യൂ യൂണിറ്റ് പ്രൊസീജിയർ സിമിലർ ടു ദ അഡ്മിഷൻ പ്രൊസീജിയർ. അല്ലെ അതൊക്കെ പറഞ്ഞു. Transport the patient new room and assistant in transferring to bed. ന്യൂ റൂം അസിസ്റ്റന്റ് ട്രാൻസ്ഫറിംഗ് ടു ബെഡിലോട്ട് അസിസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഒരു റൂമിലേക്ക് മറ്റൊരു ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ആ റൂം എന്തായിരിക്കണം? ക്ലീൻ ആക്കണ്ടേ? അത് പറഞ്ഞില്ലല്ലോ. ക്ലീൻ ദ യൂണിറ്റ് വേർ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ്. ആൻഡ് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമ്മളൊരു റൂമിൽ നിന്ന്
മറ്റൊരു പേഷ്യന്റിന് വരുമ്പോൾ ഓൾറെഡി ആ പേഷ്യൻസ് എന്ത് ചെയ്യണം, ആ ഒരു റൂമിന്റെ അത് എന്ത് ചെയ്യണം, ആ റൂം ക്ലീൻ ആയിരിക്കട്ടെ, ക്ലീൻ ചെയ്യുക. അത് നിങ്ങൾ വിട്ടുപോയിട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? എക്യുപ്മെന്റ്സ് നെസസറി ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. നമുക്കറിയാലോ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ആ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ വേണ്ടത്. നമ്മൾ പറഞ്ഞു വീൽ ചെയർ, ഐഡന്റിഫിക്കേഷൻ ലാബിൽ നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ട്രാൻസിറ്റ് ടു എക്സ്റ്റൻഡഡ് കെയർ ഫെസിലിറ്റി അല്ലെ. അതായത് നമ്മൾ അവിടെ പറഞ്ഞത് കൂടുതലായിട്ടും എന്തൊക്കെയായിരുന്നു? ഇപ്പൊ ഒരു ഫിസിഷ്യന്റെ ചാർട്ടില് ഫിസിഷ്യന്റെ ഒരു ചാർട്ട് വേണം അല്ലെ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകം ഈ ട്രാൻസ്ഫർ പൂർത്തിയാക്കി ഉറപ്പാക്കണം. പിന്നെ എന്താണ് ഒരു ഭക്ഷണക്രമം അല്ലെങ്കിൽ സമ്മറി, ഡ്രഗ് റെജിമെന്റ്, മെഡിസിൻസിന്റെ ഡീറ്റെയിൽസ്, ഇൻകേസ് ഫിസിയോതെറാപ്പി ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ ഓക്കെ. നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്തോട്ടെ എല്ലാവരും, കാരണം ഒരാൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ഡിസ്റ്റർബ് ആകുന്നുണ്ട്. ഓക്കെ, ഇനി ചോദിക്കണേന്ന് നിങ്ങൾ ആൻസർ പറയുക, അല്ലാത്തൊക്കെ നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ, ക്ലാസ്സിൽ ഡിസ്റ്റർബ് വരുന്നു. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു നഴ്സിംഗ് സമ്മറി വേണം അല്ലെ, പേഷ്യന്റ് അസസ്മെന്റ്, പ്രോഗ്രസ്, ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ അവർക്കുള്ള കണ്ടിന്യൂറ്റി കെയറിന്റെ എല്ലാ ഡീറ്റെയിൽസും വേണം. പിന്നെ നമ്മൾ പറഞ്ഞു സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ് അല്ലെ, ബിൽസ് ഒക്കെ സെറ്റിൽമെന്റ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു ഡയറ്റ് പ്ലാൻ കൂടെ ഉൾപ്പെടുത്തുക. പിന്നെ നമ്മൾ കോപ്പിയുടെ കാര്യം പറഞ്ഞായിരുന്നില്ലേ, 2 കോപ്പികളുടെ കാര്യം പറഞ്ഞു. ഒരു കോപ്പി എവിടെയാണ്? നമ്മളുടെ പേഷ്യൻസിന്റെ ചാർട്ടിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്യുക. ആൻഡ് 1 കോപ്പി എന്ത് ചെയ്യുക? നമ്മള് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ റിസീവിംഗ് ഫെസിലിറ്റിക്ക് ഒരു കോപ്പി കൂടി നൽകുക. ഓക്കെ, ഇത് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റിന്റെ, ക്രിട്ടിക്കലി ഇൽനെസ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ ട്രാൻസ്ഫറിനെ പറ്റി പറഞ്ഞായിരുന്നു അല്ലെ. നമ്മള് അവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ക്രിട്ടിക്കലി ഇൽനെസ് ആയിട്ട് അതായത് റിസ്കും അല്ലെ, എക്സ്ട്രാ റിസ്കും ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു സീനിയർ കൺസൾട്ടന്റ് ലെവലിന്റെ ആ ഒരു ഡോക്ടറുടെ ഡിസ്കഷനിലൂടെയാണ് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെയൊക്കെ നമ്മൾ അറിയിക്കും, ഇങ്ങനെ റിസ്ക് ആണ്, അപ്പൊ എന്ത് ചെയ്യുക, ഇങ്ങനെ നമുക്കൊരു ട്രാൻസ്ഫർ ആവശ്യമാണ് എന്നൊക്കെ ഒരു സീനിയർ കൺസൾട്ടന്റ് ആണ് നമ്മൾ ഈ റിലേറ്റീവ്സിനോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഒരു റിട്ടേൺ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ് ഓഫ് പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഇൻഫോംഡ് കൺസെന്റ് നമ്മൾ എഴുതി വാങ്ങിക്കും അല്ലെ. ഇത് നമ്മൾ പറഞ്ഞു ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ആര് തമ്മിൽ? ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ഹോസ്പിറ്റലിന്റെ നഴ്സിംഗ് ടീമും ഡോക്ടേഴ്സും തമ്മിലും റിസീവ് ചെയ്യുന്ന ആ ഒരു ടീം ഉണ്ടല്ലോ, അവര് തമ്മിൽ എന്ത് വേണം? ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. എന്നാലല്ലേ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ആ രോഗിയുടെ ക്ലിനിക്കൽ കണ്ടീഷൻ, പിന്നെ റീസൺ ഫോർ ട്രാൻസ്ഫർ, മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ, ഇതെല്ലാം അതിനകത്ത് ആ റിട്ടേൺ ഡോക്യുമെന്റിൽ ഉൾക്കൊണ്ടിരിക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് 4 കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ABCD ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. എയർവേ, പിന്നെ എന്തായിരുന്നു? ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി, ന്യൂറോളജിക്കൽ അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞത്. ഇനി എയർവേയിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? എയർവേയിലാണ് നമ്മൾ പറഞ്ഞത് എൻഡോട്രയാക്കൽ ട്യൂബിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. എൻഡോട്രയാക്കൽ അതെ, ചില പേഷ്യൻസിന് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ഇല്ലേ, അത്തരത്തിലുള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് ഈ ട്യൂബിലൂടെ ഫുഡ് കൊടുക്കുന്നു. അതാണ് എൻഡോട്രയാക്കൽ ട്യൂബ്. സെയിം ഇത് തന്നെയാണ് നാസോ ഗ്യാസ്ട്രിക് ട്യൂബ്. നമ്മൾ പറഞ്ഞു മൂക്കിലൂടെ ഫുഡ് ട്യൂബ് ചെയ്യുന്ന ഇതാണ് നാസോ ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞത്. അതൊക്കെയാണ് എയർവേയിൽ വരുന്നത്. സെക്കൻഡ് നമ്മൾ പറഞ്ഞു ബ്രീത്തിങ്ങിൽ നമ്മൾ പറഞ്ഞതാണ് ന്യൂമോതൊറാക്സ്. നമ്മൾ പിക്ചറൊക്കെ കണ്ടില്ലേ, അതൊക്കെ ഓർമ്മയിൽ വരാട്ടെ ആ പിക്ചറൊക്കെ. ഓക്കെ, ന്യൂമോതൊറാക്സ് ചെസ്റ്റ് ഡ്രെയിനിന്റെ കാര്യം പറഞ്ഞില്ലേ, ശ്വാസകോശത്തിലെ ശ്വാസകോശത്തിന്റെ ഇടയിൽ എന്തെങ്കിലും വായോ അല്ലെങ്കിൽ എയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സ് അങ്ങനെയുള്ളതിനൊക്കെ നീക്കം ചെയ്യാനാണ് ഈ ചെസ്റ്റ് ഡ്രെയിൻ എന്നുള്ള സംഭവം നമ്മൾ അവിടെ ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെയാണ് ഇപ്പൊ ബ്രീത്തിങ്ങിൽ വരുന്നത്. ഇനി സർക്കുലേഷൻ പറഞ്ഞായിരുന്നു. സർക്കുലേഷനിൽ നമ്മൾ എന്താ പറയുക? ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് അല്ലെ. വർക്കിംഗ് കാനുലാസിന്റെ കാര്യം പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്? പേഷ്യന്റ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 2 വൈഡ് ബോർ ഇൻട്രാവീനസ് വർക്കിംഗ് കാനുൽസ് വേണം എന്നാണ് നമ്മൾ ഷിഫ്റ്റിങ്ങിന്റെ ടൈമിൽ വേണം അല്ലെ. അതൊക്കെയാണ് നമ്മൾ സർക്കുലേഷനിൽ പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്.
അവിടെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള GCSനെ പറ്റി പറഞ്ഞത് അല്ലേ? എക്സാമിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ GCS. ഇപ്പൊ നമ്മൾ ഗ്ലാസ്ഗോ കോമ സ്കെയില് എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരാളൊന്ന് പറയാമോ എന്താണ് GCS? ആരെങ്കിലും ഒരാൾ ക്ലിയർ ചെയ്തേ? മോണിറ്ററിംഗ് ഓഫ് മൂവ്മെന്റ്സ്, ബോധനിലയെ അളക്കുന്ന സ്കെയിൽ. കണ്ണ് ഒരു മോണിറ്ററിംഗ് സിസ്റ്റം പറഞ്ഞോ. ഐസിലൊക്കെയുള്ള പേഷ്യന്റിന്റെ മൂവ്മെന്റ്സ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിട്ടല്ലോ. അതെ അതെ, ഓക്കെ. കോമ സ്റ്റേജിലൊക്കെ വരുന്ന പേഷ്യൻസിന് ഓരോ മൂവ്മെന്റ്സും അല്ലെ നമ്മൾ പറഞ്ഞു. ഞാനൊരു ചാർട്ട് പോലെ കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക് ക്ലാസ് കോമ സ്കെയിലിന്റെ? പൾസ് റേറ്റ് ഉണ്ടോ? പൾസ് റേറ്റ് GCS അല്ലെങ്കിൽ ഗ്ലാസ്ഗോ കോമ സ്കെയിലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ? ഓക്കെ, ഇത് നമ്മൾ നെക്സ്റ്റ് പറയുന്നത് മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ്. 2 ടൈപ്പ് മെയിൻ ആയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ഉണ്ട്, എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടില് നമ്മൾ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ആംബുലൻസിനെ പറ്റി പറഞ്ഞു. ബേസിക് ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആൻഡ് MICU. ഇവിടെ നമ്മൾ പറഞ്ഞു ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാല് എന്താണ്, നോർമലി അത്ര ക്രിട്ടിക്കൽ അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ വരുന്ന പേഷ്യൻസിനാണ് ഈ ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ലൈഫ് സപ്പോർട്ട് ഉള്ള ഒരു ആംബുലൻസ് ഉദ്ദേശിക്കുന്നത്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്തായി അവിടെ കുറച്ചുകൂടി എന്താ കുറച്ചുകൂടി ഡെവലപ്പ് ആയതും അഡ്വാൻസ്ഡ് ആയതുമായിട്ടുള്ള കൂടുതലും, അതായത് ട്യൂബൊക്കെ ഇട്ട പേഷ്യൻസും അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പേഷ്യൻസ് വരുന്നത്. ഓക്കെ, MICU എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ ഇന്റൻസീവ് കെയർ അതായത് കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇനി നെക്സ്റ്റ് നോക്കാം എയർ ട്രാൻസ്പോർട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നില്ലേ? മെയിൻ ആയിട്ട് എയർ ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കൂടുതലും? ഓർമ്മയുണ്ടോ പോയിന്റ്? ഡെവലപ്ഡ് കൺട്രീസ് എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ പോയിട്ട് പറഞ്ഞായിരുന്നില്ലേ ഓർഗൻസ് ഓക്കെ വെരി ഗുഡ് കേട്ടോ. അതായത് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ വരുന്നുണ്ട് എങ്കിൽ കൂടി കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റ് നമുക്ക് അവയവദാനങ്ങളൊക്കെ ചെയ്യില്ല, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതിന്റെ ഒരു കറക്റ്റ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട്. ആ ടൈമിനുള്ളിൽ ആ സർജറി ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അത് സക്സസ് ആവണമെന്നില്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെയാണ് കൂടുതലായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തത് കേട്ടോ. നോക്കാം, അപ്പൊ നമ്മുടെ എയർ ട്രാൻസ്പോർട്ടിൽ പറഞ്ഞു ഡെവലപ്ഡ് കൺട്രീസിലാണ് ഉപയോഗിക്കുന്നത് അല്ലെ കൂടുതലായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ അല്ലെ, അങ്ങനെയുള്ള കേസസ് വരുമ്പോൾ ഇത് നോക്കാം. ദ പേഷ്യന്റ് ഹു ആർ മോർ ലൈക്ലി ടു ഗെറ്റ് ആർക്കെല്ലാമാണ് എയർ ട്രാൻസ്പോർട്ട് ബെനിഫിറ്റഡ് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞു ട്രോമ പേഷ്യൻസ്, പിന്നെ എന്താണ് ചെസ്റ്റ് ഇഞ്ചറീസ്, മൾട്ടി സിസ്റ്റം ഇഞ്ചറീസ് അല്ലെ, കൊറോണറി ക്രൂഷ്യൽ റീവാസ്കുലറേഷൻ പ്രൊസീജിയർ. പിന്നെ നമ്മൾ പറഞ്ഞു ഇൻട്രാ എറോട്ടിക് ബലൂൺ പമ്പ്. പിന്നെ മെയിൻ ആയിട്ട് നോക്കാം ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. എയർ ട്രാൻസ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. ഇത് നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കലി ഹൈ റിസ്ക് സർജിക്കൽ പേഷ്യൻസ്, അങ്ങനത്തെ റിസ്കി ആയിട്ട് വരുന്ന പേഷ്യൻസിനൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞു അക്കമ്പൈനിങ് ദ പേഷ്യന്റ്. ഇതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് 4 ലെവൽസ് ആണ്. ഓർമ്മയുണ്ടോ? ഓക്കെ, നമ്മൾ പറഞ്ഞു ആ ഒരു നമ്പറിന്റെ ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഇതിലൊക്കെ പറയുന്നത്. 0 എന്ന് പറയുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടില്ല, നോർമലി ആയിട്ട് വരുന്നതാണ്. പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ലെവൽ 1 വരുമ്പോ എന്തായി കുറച്ചുകൂടി ചേഞ്ച് ആയില്ലേ പേഷ്യൻസില്? വേളയിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരാൻ പാടില്ല അല്ലെ? പിന്നെ നമ്മള് അവിടെ ആരൊക്കെ കൂടെ പോണം ലെവൽ 1 പേഷ്യന്റ് മാത്രം മതിയോ? പാരാമെഡിക് ട്രെയിനിങ് കൂടി കൂടെ വേണം.
പാരാമെഡിക്കൽ. ഓക്കെ. ഇനി സെക്കൻഡ് ലെവൽ 2 വന്നപ്പോ എന്താണ് അവിടെ പ്രശ്നം വന്നത്? Failure of single organ. Single organ. ഫെയിലിയർ ഓഫ് 2 ഓർഗൻസ് വരും അല്ലെ? 2 ഫെയിലിയർ ഓർഗൻസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ലെവൽ 0 single organ system. ഓക്കെ. അപ്പോ ലെവൽ 0, ലെവൽ 1, 2 and 3 ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ്. ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗില്ല 2 പോയിന്റ് വരെയാണ് നിർത്തിയേക്കണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നെക്സ്റ്റ് അതും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ് ആയി തുടങ്ങി. ഓക്കെ, ഇനി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക. നമുക്ക് ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഡൗട്ട്സ് ഒന്നും ഇടയ്ക്ക് ചോദിക്കുന്നത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, എക്യുപ്മെന്റ് ആൻഡ് ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവിടെ വരെയാണ് നമ്മൾ എടുത്തത് അല്ലെ? എക്യുപ്മെന്റ്സ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം നോക്കാം. A proper inspection with the provision of all life-saving drug is compulsory for transfer for all patients with level 1, 2 and 3 critical care needs. The transfer ambulance should be prepared with all the drugs and devices needed for airway operation, oxygenation, ventilation, hemodynamic monitoring and respiratory state. Okay, നമ്മൾ പറഞ്ഞു ലെവൽ 1, 2 and 3 ആണ് കുറച്ച് പ്രോബ്ലംസ് ഉള്ള സിറ്റുവേഷൻ വരുന്നത് അല്ലെ? ലെവൽ 0 നമ്മൾ പറഞ്ഞ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല, നോർമൽ ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ബട്ട് 1, 2, 3 വരുമ്പോൾ ആ ക്രിട്ടിക്കലി ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ളൊരു ആ ഒരു 1, 2, 3 ആ ഒരു ക്രിട്ടിക്കൽ കെയറില് അവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ജീവൻ രക്ഷാ മരുന്നുകളും എല്ലാ തരത്തിലുള്ള ഡ്രഗ്സ് എന്തൊക്കെയാണോ അതിനാവശ്യമായിട്ടുള്ള എല്ലാ മരുന്നുകളും മെഡിസിൻസുകളും കമ്പൽസറി ആയിട്ടും ആ ഒരു ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ വേണം. അതായത് ആംബുലൻസിൽ സജ്ജീകരണം അതിനുള്ളത് ചെയ്തിരിക്കണം. ട്രാൻസ്ഫർ ആംബുലൻസ് ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് ഓൾ ഡ്രഗ്സ്. എല്ലാ ഡ്രഗ്സും വേണം. പിന്നെ എന്താണ്? ഡിവൈസസ് വേണം, എക്യുപ്മെന്റ്സ് വേണ്ടേ, മോണിറ്ററിംഗ് കാര്യങ്ങളെല്ലാം വേണം എന്ന് പറഞ്ഞില്ലേ? അപ്പോ എല്ലാ തരത്തിലുള്ള ഡ്രഗ്സും മോണിറ്ററിംഗും ഡിവൈസും വേണം. പിന്നെ ഓക്സിജന്റെ ആവശ്യമുള്ള പേഷ്യൻസ് ഉണ്ടാകും, ഓക്സിജന്റെ കുറവ് മൂലമുള്ള പേഷ്യൻസ് എങ്കിലേ. അപ്പൊ ഓക്സിജന്റെ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ആ ഓക്സിജൻ സിലിണ്ടറും അല്ലെങ്കിൽ വെന്റിലേഷൻ ലെവലിലുള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അതിനായിട്ടുള്ള മോണിറ്ററിംഗ് സിസ്റ്റങ്ങളും എത്തരത്തിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും എന്ത് ചെയ്യുക? സെറ്റാക്കി സജ്ജീകരണത്തോടു കൂടി ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു all the inspection needs to be confirmed before the beginning of transfer together with the starting of infusion drugs. The drugs required for patient transfer involve muscle relaxant, sedative, analgesics, intropus and resuscitation drugs. നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സില് ഓരോന്നിന്റെ പറഞ്ഞായിരുന്നല്ലോ പോയിന്റ്സ്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓരോ മരുന്നുകളും അല്ലെ? അതായത് വേദന സംഹാരികള്. പിന്നെ നമ്മൾ പറഞ്ഞു ഇൻട്രോപ്പസ് അല്ലെ, ബിലോ പ്രഷറിന്റെ ഒരു മെഡിസിൻ ആണത്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? പുനരുജ്ജീവന മരുന്നുകൾ അല്ലെ, ഇൻഫ്യൂഷൻ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് റിക്കവറി ആവുന്ന പെയിൻ കില്ലർ ഒക്കെ പോലത്തുള്ള മരുന്നുകൾ. ഇതെല്ലാം എന്ത് ചെയ്യണം? സജ്ജമാക്കി കറക്റ്റ് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞു the person responsible to patient transfer should assure correct supply of these emergency drugs. കറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്ലൈ ചെയ്യുക. ഈ എമർജൻസി ആയിട്ടുള്ള ഈ പറഞ്ഞ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞില്ലേ, കുറച്ച് മെഡിസിൻസ്, ഇതെല്ലാം സജ്ജമാക്കിയിട്ട് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ വെക്കുക. പിന്നെ എന്താ പറയാ? സം ഓഫ് ദിസ് ഡ്രഗ്സ് മേ ബി നീഡഡ് ടു പ്രിപ്പയർ ഇൻ പ്രീ ഫിൽഡ് സിറഞ്ചസ്. നമ്മൾ പറഞ്ഞില്ലേ പെട്ടെന്ന് ക്രിട്ടിക്കൽ ആയിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അപ്പൊ ചിലപ്പോ മരുന്നെടുത്ത് മെഡിസിൻ ചെയ്യാനൊന്നും പറ്റില്ല ആ ടൈമിൽ അല്ലെ? അപ്പൊ അതുകൊണ്ട് പ്രീ ഫിൽഡ് ആയിട്ടുള്ള സിറഞ്ചസ് പോലും ആയിരിക്കണം ട്രാൻസ്ഫറിന്റെ സമയത്ത്. അതായത് സിറിഞ്ചസിലെ മരുന്നുകളെല്ലാം ആ ടൈമിൽ ഫില്ല് ചെയ്ത് വെക്കണത്. കാരണം ഓൺ ദ വെയിൽ ചിലപ്പോ പെട്ടെന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കുറച്ച് ടൈം മതി. നമുക്കറിയാം ഒരു സമയത്തിന് ഒരു ജീവന്റെ വിലയുണ്ടെന്ന് പറയില്ലേ? അപ്പൊ അതുപോലെ തന്നെ കറക്റ്റ് അത്രയും പ്രോപ്പർ ആയിട്ട് തന്നെ വെക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ 2 പോയിന്റാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നിങ്ങൾ ഓരോ പോയിന്റ് വായിക്കുമ്പോൾ നിങ്ങളും കൂടി ഒന്ന് വായിച്ചു പോണം. ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും കുറച്ച്. ഓക്കെ, ഇനി 3ാമത്തെ പോയിന്റ് നോക്കാം. The minimal standard of inspection suggested for patient transfer include uninterpreted electrocardiogram inspection, non-invasive blood pressure, oxygen saturation and temperature.
The non-invasive blood pressure may be notably affected by the motion at first, so it may be cautious to use invasive blood pressure inspection in selected subset of patients. Electrocardiogram കേട്ടിട്ടില്ലേ? ECG, ഇലക്ട്രോകാർഡിയോഗ്രാം ഫുൾ ഫോം ഒക്കെ ചോദിക്കാണ്ട് എക്സാമിന്. ECG നമ്മൾ ECG എന്നുള്ളത് എളുപ്പമായിട്ടിരിക്കും, പക്ഷെ എക്സാമിന് വരുമ്പോ കൺഫ്യൂഷൻ ഒക്കെ വരാം. ഓക്കെ, അപ്പോ മിനിമം സ്റ്റാൻഡേർഡ് ഓഫ്, അതായത് രോഗിയുടെ ഒരു ട്രാൻസ്ഫറിന് എന്താ പറയാ കുറഞ്ഞൊരു പരിശോധനയിൽ തന്നെ തടസ്സമില്ലാത്ത, അതായത് ECG പരിശോധനകളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ECG ടെസ്റ്റ് ഒക്കെ ചെയ്യില്ലേ? ജസ്റ്റ് അതായത് ECG എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഇലക്ട്രോകാർഡിയോഗ്രാം ഉപയോഗിക്കുക? ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം മനസ്സിലാക്കുന്നതിനുള്ള ഒരു എന്താ പറയാ ഒരു ഇലക്ട്രിക് സിഗ്നലുകൾ വഴി രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് ഈ ECG എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു മോണിറ്ററിംഗ് സിസ്റ്റത്തില് ECGയുടെ ഓരോ ലെവൽസ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അല്ലെ. അപ്പോ ECG എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് ട്രാൻസ്ഫർ വേളയിൽ അങ്ങനെയുള്ള പേഷ്യൻസിന്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അപ്പൊ ഇലക്ട്രോകാർഡിയോഗ്രാം വേണം. നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ. നോൺ ഇൻവാസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്രമണാത്മകമല്ലാത്തൊരു ബ്ലഡ് പ്രഷർ ഇല്ലേ, അതായത് വലിയ ക്രിട്ടിക്കലി വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു ബ്ലഡ് പ്രഷറിന്റെ ആ ഒരു ലെവൽസും കാര്യങ്ങളും. ഇനി അതുപോലെ ഓക്സിജൻ സാച്ചുറേഷൻ. ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും. അതായത് നമുക്കറിയാം ഇപ്പൊ നമ്മളുടെ മനുഷ്യ ശരീരത്തിലുള്ള ഓക്സിജൻ അല്ലെങ്കിൽ ബ്ലഡ്സിന്റെ അളവ്, ഇതെല്ലാത്തിനും ഒരു കൃത്യമായിട്ടുള്ള ഒരു അളവുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കില്ലേ, നമ്മൾ ഷുഗർ പ്രഷർ ഒക്കെ ചെക്ക് ചെയ്യില്ലേ, അതിനൊക്കെ എന്താണ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അളവുണ്ട്. അതിൽ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ് അല്ലെ. അപ്പൊ അതിനൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അളവുണ്ട് അല്ലെ. അപ്പൊ അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ, അതായത് മനുഷ്യ ശരീരത്തിലെ രക്തത്തിലെ ഓക്സിജന്റെ ഒരു കൃത്യമായിട്ടൊരു അളവ് ഉണ്ടെന്നാ പറയുക അല്ലെ. നോർമൽ ആയിട്ട് ഓക്സിജന്റെ അളവ് പറയുകയാണെങ്കിൽ 96 to 100 ആണ് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള അളവ് എന്ന് പറയുക. കറക്റ്റ് നമുക്ക് അത്രയും ഒരു മനുഷ്യ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് വേണം എന്നാ പറയുന്നത്. നമ്മൾ പറയാറില്ലേ ചില പേഷ്യൻസിന് ഓക്സിജന്റെ അളവ് കുറവാണ് അല്ലെ, ഓക്സിജൻ കുറഞ്ഞു അല്ലെങ്കിൽ ഓക്സിജൻ തീരെ കുറഞ്ഞു പോകുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് വെക്കും? ഓക്സിജൻ സിലിണ്ടർ ഒക്കെ യൂസ് ചെയ്യില്ലേ, ഒരു മാസ്ക് പോലെ വെക്കില്ലേ ഓക്സിജൻ. ഓക്കെ, അപ്പൊ ആ ഒരു സെയിം ഇതിനാണ് ഓക്സിജൻ സാച്ചുറേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുക കേട്ടോ. അതായത് ഈ 96 അല്ലെങ്കിൽ 100, അത് 96, 100 നോർമൽ ആയിട്ട് 96% ഓക്സിജന്റെ അളവ്. പക്ഷെ 90 ലെവല് 90 താഴേക്ക് പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് ഒരു പേഷ്യൻസിന്. ഓക്കെ, അപ്പോ അങ്ങനെ 90 താഴെ വരുമ്പോൾ അതിനെ ഒരു നമ്മള് ഹൈപ്പോക്സിമിയ എന്നൊക്കെ വിളിക്കും. അത്ര ഒന്നും നിങ്ങൾ അറിയണ്ട, ജസ്റ്റ് എന്താണ് ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് അറിഞ്ഞിരിക്കാം. ഇത്ര മാത്രം, വേറെ ഒന്നല്ല. ഓക്സിജന്റെ അളവ് 96, 100 ആ ഒരു ടേബിളാണ് നിൽക്കുന്നത്. പക്ഷെ 90 കുറയാനായിട്ട് പാടില്ല ഓക്സിജന്റെ അളവ്. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ വരുന്ന പേഷ്യൻസിന് ഓക്സിജൻ സിലിണ്ടർ ഒക്കെ ആവശ്യമായിരിക്കാം അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അതെല്ലാം സാധ്യമാക്കണം അല്ലെ. രോഗികളുടെ ആ ഒരു രക്തസമ്മർദ്ദ പരിശോധന, ഇപ്പൊ ബ്ലഡ് പ്രഷറിന്റെ കാര്യം പറഞ്ഞില്ലേ, ആക്രമണം അല്ലെങ്കിൽ പോലും ചിലപ്പോ പെട്ടെന്നൊക്കെ BP ഒക്കെ കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അപ്പോ അതിനുള്ള ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആക്കുക അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആക്കുക. ഈ ഓക്സിജൻ സാച്ചുറേഷൻ, ഓക്സിജന്റെ അളവൊക്കെ ചെക്ക് ചെയ്യണം അല്ലെ. ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ കൂടാനൊന്നും പാടില്ല, കൂടാനോ കുറയാനോ ഒന്നും പാടില്ല. അതെല്ലാം ക്രമീകരിച്ച് അതിനുള്ള ടെസ്റ്റസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അതാണ് മിനിമൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇൻസ്പെക്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, all the inspection equipment should be secured accurately and should be placed at below the level of patient for uninterrupted inspection. The electrical devices must be functional on battery power with the provision of extra batteries during transfer. ഈ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ അല്ലെ. ഏകദേശം ഒരു ഐഡിയ കിട്ടി? ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ മനസ്സിലായതുപോലെ? ഒരാൾ പറയാമോ? ഇലക്ട്രിക് മെഷീനിൽ ബാറ്ററി പവർ ഉണ്ടോന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അതിന്റെ മുന്നത്തെ പോയിന്റാ. ഒരാളും കൂടി ഒന്ന് പറയോ? നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ ചെയ്യുന്നത്? ലെവലിന്റെ താഴെ ആയിരിക്കണം ഇത് സെറ്റ് ചെയ്യുന്നത്.
സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. അതായത് മോണിറ്ററിംഗ് സിസ്റ്റവും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് ഒക്കെ ബിലോ ദ ലെവൽ ഓഫ് പേഷ്യന്റ്, അതിന് താഴെയായിട്ട്, അതായത് കറക്റ്റ് ആയിട്ട് പേഷ്യൻസിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം അതിന്റെ സെറ്റിംഗ്സ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ബാറ്ററിയുടെ കാര്യം പറഞ്ഞായിരുന്നു. നമുക്കറിയാം ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഡിവൈസസ് ആയിരിക്കും ഈ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതെല്ലാം ബാറ്ററി പവർ ഉണ്ടോ, അതെല്ലാം കറക്റ്റ് വർക്കിംഗ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണ്ടേ. അല്ലെങ്കിൽ ഓരോ വെയിൽ ചിലപ്പോ ബാറ്ററി തീർന്നു പോയി, പെട്ടെന്ന് ബാറ്ററി ഇല്ല, അപ്പൊ എന്ത് ചെയ്യും, അവിടെ വെച്ച സ്റ്റോപ്പ് എക്സ്ട്രാ ബാറ്ററി കരുതുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇനി നെക്സ്റ്റ് പോയിന്റ്, പേഷ്യന്റ് on ventilator must be shifted on portable transport ventilators with the provision of display of alarms associated with the tidal volume, airway pressure, inspiratory ratio, inspired oxygen fraction and respiratory rate. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? ആരെങ്കിലും ഒരാളത് വിശദീകരിക്കാമോ? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ട് തന്നെ ജസ്റ്റ് പറയിപ്പിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് അത് ഒരിക്കലും പറക്കാൻ പറ്റില്ല. അപ്പൊ ഓക്കെ, ഒരാളത് പറയോ? സെയിം വേർഡ്സ് തന്നെ പറയണമെന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലായത് അതൊന്ന് മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഒരാളൊന്ന് പറയൂ കേട്ടോ. ഒരാള് പറയുക. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമില് പോർട്ടബിൾ വെന്റിലേറ്റർ വേണം. ആംബുലൻസിലാണെങ്കിൽ ഓക്സിജൻ ആംബുലൻസിലും പോലെ വെന്റിലേറ്റർ സിസ്റ്റം ഉള്ള സിസ്റ്റം വേണം. അപ്പൊ അതിന് ഡിസ്പ്ലേയിൽ അതിന്റെ അലാറംസ് അടിയുന്നതും എല്ലാം സാധാരണ ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിൽ എല്ലാ സജ്ജീകരണങ്ങളും അതിലും ഉണ്ടാവണം. പിന്നെ ഇൻസ്പിറേറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാല് ഈ ശ്വാസത്തിന്റെയും നിശ്വാസത്തിന്റെയും ശ്വാസം എടുക്കുന്നതിന്റെ റേറ്റ്സ് എല്ലാം കാണിക്കുന്ന അതായത് ഓക്സിജന്റെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓക്സിജന്റെ അളവിൽ വരുന്ന ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി ഡിസ്പ്ലേയിൽ അത് കാണിക്കുന്ന സിസ്റ്റം എല്ലാം ഉണ്ടായിരിക്കണം. വെന്റിലേറ്റർ സിസ്റ്റം ഉള്ള ട്രാൻസ്പോർട്ടബിൾ വെഹിക്കിളില് ഇതല്ലേ മാം? ഇങ്ങനെ ആയിരിക്കൂല മനസ്സിലാക്കേണ്ടത്? ഓക്കെ, ക്ലിയർ ആണ് കേട്ടോ, കുഴപ്പമില്ല. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലായത് അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു. സെയിം നമുക്ക് ആ ഒരു വേർഡിൽ വെച്ച് തന്നെ പറയണമെന്നില്ല. അല്ല, ഇത്രയും ഇപ്പൊ ആള് ഖദീജ അല്ലേ? ഓക്കെ, ഖദീജ പറഞ്ഞത് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് പേഷ്യന്റ് ഓൺ വെന്റിലേറ്റർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞായിരുന്നില്ലേ, ICU ആംബുലൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വെന്റിലേറ്റർ ആംബുലൻസ് ഒക്കെ ഉണ്ടാവും. അതായത് ഒരു ഹോസ്പിറ്റലില് എങ്ങനെയാണോ ആ വെന്റിലേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഒത്തിരി എക്യുപ്മെന്റ്സ് ഉണ്ടാവുമല്ലോ വെന്റിലേറ്റർ എന്ന് പറയുമ്പോ അല്ലെ, ആ ഒരു സജ്ജീകരണം തന്നെ സെയിം ഒരു ആംബുലൻസിലും സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലെ. അത് തന്നെയാണ് നമ്മൾ ഈ വെന്റിലേറ്റർ ആംബുലൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെയുള്ള പേഷ്യൻസിന് ഇപ്പൊ കോമ സ്റ്റേജിലും അത്രയ്ക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിലാണല്ലോ നമ്മൾ വെന്റിലേറ്ററിലേക്ക് ആളെ മാറ്റുന്നത് നമ്മൾ പറയുന്നത് നോർമലായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വെന്റിലേറ്റർ ആംബുലൻസ് എന്ത് ചെയ്യുക, അങ്ങനെ സെറ്റ് ചെയ്യുക. ഇനി ഡിസ്പ്ലേ ഓഫ് അലാറംസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, നമ്മളിപ്പോ നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഈ മോണിറ്ററിംഗില് ഇപ്പൊ ഓക്സിജന്റെ അളവോ അല്ലെങ്കിൽ ക്രിട്ടിക്കലൊക്കെ ആവുമ്പോ ഇങ്ങനെ ഒരു ബീപ്പ് സൗണ്ട് ഒക്കെ ഉണ്ടാക്കില്ലേ ആ മോണിറ്റർ ചെയ്യുന്നത്, അതിലേക്കാണ് നമ്മൾ ഈ ഡിസ്പ്ലേ ഓഫ് അലാറംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡയനൽ വോളിയം എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ക്രിട്ടിക്കൽ ആയിട്ട് വരുന്ന സിറ്റുവേഷനിൽ ചിലപ്പോ ഒരു ബീപ്പിംഗ് സൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലാറം പോലെ ഒരു ഇൻഫോം ചെയ്യും അല്ലെ. പെട്ടെന്ന് നമുക്ക് ശ്രദ്ധയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു എക്സ്പിറേറ്ററി റേഷ്യോ, ശ്വാസം ഇതൊക്കെ അതിന്റെയൊക്കെ റേഷ്യോ എടുക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഓക്സിജന്റെ അളവിന്റെ അല്ലെ, ഓക്സിജന്റെ അളവിൽ വരുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യും, ഇതെല്ലാം വെന്റിലേറ്റർ ആംബുലൻസിൽ സെറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ഒരു മോണിറ്ററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്സിൽ വരുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ത്രോട്ടിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്, അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. മാക്സിമം സൗണ്ടിൽ തന്നെയാണ് എടുക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ, ഇത് നമ്മള് സ്പെഷ്യൽ കൺസിഡറേഷൻ ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, സ്പെഷ്യൽ കൺസിഡറേഷൻ ജസ്റ്റ് വായിക്കാം. If the patient requires an ambulance to take him to another facility, make arrangements for transportation with the Social Services Administration. Make sure that the necessary equipment is gathered to provide care in the course of transport. അല്ലെ, നമുക്കറിയാം ഒരു രോഗിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ
ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തം കൂടിയാണല്ലോ ആ രോഗിയെ ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരിടത്തേക്ക് റിസീവ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഒരു നേഴ്സ് കൂടെ പോകും, അവർ തമ്മിൽ എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, സ്വീകരിക്കുന്ന ആ ഒരു ഹോസ്പിറ്റലുകാരും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നവരും തമ്മിൽ എന്താ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ സെയിം ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്കറിയാം, രോഗിക്ക് ഒരു ആംബുലൻസ് ആവശ്യമുണ്ടെങ്കിൽ ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റലുകാരല്ലേ? അല്ലെങ്കിൽ പേഷ്യന്റ് പുറത്ത് പോയിട്ട് വേറൊരു ആംബുലൻസ് വിളിച്ച് ആ ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ അതിനുള്ളതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഭാഗത്ത് നിന്ന് വേണം ഇതെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് അല്ലെ. അപ്പോ ആംബുലൻസ് സൗകര്യം അല്ലെ, ആംബുലൻസ് ആവശ്യമുണ്ടെങ്കിൽ അവരൊരു മറ്റൊരു നല്ലൊരു ട്രീറ്റ്മെന്റിന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എന്താണ് സാമൂഹിക സേവനങ്ങളുടെ ക്രമീകരണങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കണം അല്ലെ. ആരുടെ ഉത്തരവാദിത്തമാണ്? ആ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന ഹോസ്പിറ്റലുകാരുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ഒരു ആംബുലൻസും എല്ലാം അവർക്കായിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് അഡ്മിനിസ്ട്രേഷന്റെ കടമയാണ്. ഓക്കെ, ഇനി നമ്മള് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഡോക്യുമെന്റേഷൻ. ഇത് നമുക്ക് 4 പോയിന്റ്സ് ആണ് പറയുന്നത്. ഈ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാലോ, പേപ്പർ വർക്കുകളുടെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതായത് റിട്ടേൺ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ. ഓക്കെ, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നതെന്നാണ് പറയാൻ പോകുന്നത്. The authentication of patient transfer is most significant, but often missed as a part of transfer. അതായത് ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നെങ്കിൽ ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ട്രാൻസ്ഫറിന്റെ ഭാഗത്ത് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒതന്റിഫിക്കേഷൻ ഓഫ് പേഷ്യന്റ് ട്രാൻസ്ഫർ ആണ്. അതായത് വേറൊന്നല്ല, അതായത് പേഷ്യൻസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഒതന്റിക്കേഷൻ മീൻസ് എന്താ പറയാ, കുറച്ചും കൂടി എന്താ പറയാ ഒരു ഐഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സിഗ്നിഫിക്കന്റ്, അത്രയും ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഈ ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്ന പ്രോസസ്സ് പറയുന്നത് കേട്ടോ. വേറെ എക്സ്ട്രാ എക്സാമ്പിൾ ഒന്നും പറയാനില്ല, ജസ്റ്റ് ഒരു ടേം ആയിട്ടത് പറയുന്നത് കേട്ടോ. അതിന് വേറെ എക്സാമ്പിൾ ഒന്നും ഇല്ല. നിങ്ങൾ അത്ര ഒന്ന് ആലോചിക്കുക. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. അത്രയും പ്രോസസ്സും കാര്യങ്ങളുള്ള ഒരു പ്രൊസീജിയർ ആണ് നമ്മളൊരു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെയ്യുന്നത് അല്ലെ. പെട്ടെന്ന് തന്നെ ഒരാളെ ട്രാൻസ്ഫർ ചെയ്ത് അങ്ങോട്ട് മാറ്റിയല്ല, അതിന് ഒത്തിരി പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ നമ്മൾ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നും അല്ലെ, ഒത്തിരി കാര്യങ്ങൾ. അങ്ങനെ അത്രയും പ്രൊസീജിയറിന് ശേഷമാണ് എന്ത് ചെയ്യുക, ഒരു രോഗിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. The authentication should always be obvious at all stages of transfer. Since it was only legal report that the patient was transferred, so it must consist of patient condition, reason to transfer name, and designation of referring and receiving clinicians, and details and the status of important signs before the transfer, clinical events during the transfer, and the treatment given. Okay. എന്തൊക്കെ വേണമെന്നാണ് അവിടെ പറയുന്നത്? ട്രാൻസ്ഫറിന്റെ ടൈമില് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ടൈമില് നമുക്ക് വേണ്ടതെന്നാണ് ഈ പോയിന്റ്സിൽ പറയുന്നത്. ക്ലിയർ ആയോ? അല്ല, ആരെങ്കിലും ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നിങ്ങൾക്ക് മനസ്സിലായത് എക്സ്പ്ലെയിൻ ചെയ്ത ഒരാള്? പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോ ലീഗൽ റിപ്പോർട്ട്സ് ഉണ്ടാവണം. പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, എന്ത് റീസൺ ആണ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാരണങ്ങള്, പിന്നെ നെയിംസ്, എവിടേക്കാണ് റെഫർ ചെയ്തേക്കണത്, പിന്നെ റിസീവിങ് ക്ലിനീഷ്യൻസ്, പിന്നെ ഡീറ്റെയിൽസ്, സ്റ്റാറ്റസും, അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞില്ലേ, റിട്ടേൺ ആയിട്ടുള്ള കുറെ ഡോക്യുമെന്റ്സ് ഉണ്ടാകുന്നു. ഡോക്ടർ റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റ് എഴുതി കൊടുക്കും, പിന്നെ എന്താണ് പേഷ്യന്റിന്റെ ഭാഗത്ത് ഒരു റിലേറ്റീവ് എഴുതി കൊടുക്കും അല്ലെ. അപ്പോ ഇവിടെ പറയുന്നത് ലീഗൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വേണം. അതിനകത്ത് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് പേഷ്യന്റിന്റെ കണ്ടീഷൻസ് അല്ലെ. നിലവിലുള്ള കണ്ടീഷൻ എങ്ങനെയാണോ ആ ഒരു കണ്ടീഷന്റെ ഡീറ്റെയിൽസ് വേണം. റീസൺ ടു ട്രാൻസ്ഫർ നെയിംസ്, എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ ഓഫ് റെഫറിംഗ്, അത് റിസീവ് എങ്ങോട്ടാണോ റിസീവ് ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽ വേണം. പിന്നെ ഇമ്പോർട്ടന്റ് ഓഫ് സയൻസ് ബിഫോർ ദ ട്രാൻസ്ഫർ. ഇമ്പോർട്ടന്റ് ഓഫ് സയൻസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ഡോക്ടറിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഡോക്യുമെന്റ് വേണം, അല്ല എന്താ പറയാ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റ് വേണം. പിന്നെ അത് ഡിക്ലറേഷൻ വേണം. അതുപോലെ തന്നെ റിലേറ്റീവിന്റെ ഭാഗത്തുനിന്നും ഇന്ന ആളെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കെയർ ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇവിടെ അതിനുള്ളൊരു സ്പെഷ്യാലിറ്റി ഇല്ല, അപ്പൊ അതുകൊണ്ടാണ് നമ്മള് കാരണത്താലാണ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ എന്നതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു
റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റും കാര്യങ്ങളും വേണം അല്ലെ. അപ്പൊ ഇതെല്ലാം അതിനകത്ത് ഡ്യൂറിങ് ട്രാൻസ്ഫർ ആൻഡ് ട്രീറ്റ്മെന്റ്സിന്റെ ഇതുവരെ നൽകിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളും അപ്പൊ എന്തൊക്കെയാണ്, അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ആ റിട്ടേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗൽ റിപ്പോർട്ടിൽ ഉൾക്കൊണ്ടേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്, എ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി ഷുഡ് ബി used and sustained both for intra and inter hospital transfer. These legal papers should be used for audit purposes for investigating the defects in the patient transfer. A standardized testimony. Okay, ഒരാളത് ക്ലിയർ ചെയ്യാമോ? ഇൻട്രാ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറിലായാലും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആയിരിക്കണം നമുക്ക് നടത്തേണ്ടത്. പിന്നെ ഈ ലീഗൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓഡിറ്റിനും കൂടി വേണ്ടിയിട്ടുള്ള പർപ്പസിനും കൂടി വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് ആയതുകൊണ്ട് അതും കൂടി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിരിക്കണം. പിന്നെ ഇത് അതിലെ പേഷ്യൻസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഡിഫക്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഓഡിറ്റിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ 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 ഡെൽഡ പറഞ്ഞതൊക്കെ ക്ലിയർ ചെയ്തു. ഓക്കെ, അപ്പൊ അതായത് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റിമണി മീൻസ് ഒരു സാക്ഷ്യപത്രം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനത്തെ ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞു ഇൻട്രാ ഓർ ഇന്റർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ട് ഒരു സാക്ഷ്യപത്രം വേണം അല്ല, ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ വേണം എന്ന് പറഞ്ഞു അല്ലെ. ആ ലീഗൽ പേപ്പേഴ്സ് ഷുഡ് ബി യൂസ്ഡ് ഫോർ, അത് എന്തിനു വേണ്ടി കൂടി ഉപയോഗിക്കുന്ന പറഞ്ഞത്, ഓഡിറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് കൂടി നമ്മൾ അത് രോഗിയുടെ കൈമാറ്റത്തിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ആ ട്രാൻസ്ഫറിന്റെ ആ ടൈമില് പ്രൊസീജിയർ ഒക്കെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് നടന്നു പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊസീജിയറിന് എന്തെങ്കിലും ഒരു അപാകതകളൊക്കെ വന്നോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടും അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഡിറ്റിനൊക്കെയാണ് ഈ ഒരു ആ ലീഗൽ ആയിട്ടുള്ള ആ ഒരു പേപ്പർ ഉപയോഗിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ ബാക്കി എല്ലാവർക്കും? നിങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് തന്നെ ഓരോ പോയിന്റ്സ് പറയിപ്പിക്കുമ്പോ നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ചിലപ്പോ പലവരും കുറെ പേര് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടാവും, ചിലവർ ചിലപ്പോ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് നിങ്ങളെ കൊണ്ടൊക്കെ ഒന്ന് പറയിപ്പിക്കുന്നത്. നമ്മൾക്ക് എന്താണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മാഡം. ഓക്കെ ഓക്കെ, അല്ല ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞല്ല, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളും കൂടെ ആകുമ്പോ നമ്മള് ഒരു ടീച്ചർ സ്റ്റുഡൻസ് ഒരു ഇന്ററാക്ഷൻ കൂടി കിട്ടുമല്ലോ നമുക്ക് ക്ലാസ്സിന് അല്ലെ, കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു ഇന്ററാക്ഷൻ വരില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ജസ്റ്റ് നിങ്ങളെ കൊണ്ടൊക്കെ വായിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. There should be an official handling of over at receiving facility between the transferring team and receiving team, who include doctors and nurses. The different reports of clinical investigation and diagnostic studies should be transferred to acquiring team. സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ലേ? ഒരാളൊന്ന് വിശദീകരിക്കാമോ? എളുപ്പമാണ് ഇതൊക്കെ. നമുക്ക് ചില പോയിന്റ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതുവരെ പറയാത്ത ഒരാളൊന്ന് പറഞ്ഞ് എല്ലാവർക്കും അവസരം കിട്ടട്ടെ. പറഞ്ഞോ, തെറ്റിപ്പോകുന്ന ആരും വിചാരിക്കണ്ട. അപ്പൊ നമുക്ക് എങ്ങനെയാണോ മനസ്സിലായത്, നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണ് അതുപോലെ തന്നെ പറയാട്ടോ. ഓക്കെ, ആരും ഇല്ലേ? സ്റ്റാർട്ട് ചെയ്തോ? ട്രാൻസ്ഫർ ചെയ്യുന്ന പേഷ്യന്റിന്റെ ഈ നേഴ്സുമാരുടെ ഡോക്ടറിന്റെ ഈ എല്ലാ രേഖകളും പിന്നെ ലാബ് റിപ്പോർട്ടുകളെല്ലാം മറ്റൊരു ട്രാൻസ്ഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് ഇൻഫോം ചെയ്യണം. ഇൻഫോം ചെയ്യുക. പിന്നെ ഫസ്റ്റ് പോയിന്റിൽ എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റില് ഒഫീഷ്യൽ ആയിട്ടായിരിക്കണം അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു ടീമില്ലേ, അതായത് ആ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ടീമും നമ്മള് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പറഞ്ഞില്ലേ, റിസീവ് ചെയ്യുന്നത്. അതാണ് വേറൊരു ഹോസ്പിറ്റലിലോട്ട് ചെയ്യുന്നതാണ് റിസീവിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ട്രാൻസ്ഫറിങ് ആ ഹോസ്പിറ്റലിലെ ആ ഒരു ടീമും റിസീവ് ചെയ്യുന്ന ആ ഒരു ടീമും തമ്മിൽ എന്ത് വേണം? ഒരു എന്താ പറയാ, ഒരു ട്രാൻസ്ഫർ ടീമും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ അവർക്കിടയിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കണം. എന്നാലല്ലേ പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്ത് ഉൾപ്പെടുന്നതാണ് ആര്? ഒരു ഡോക്ടർ, പിന്നെ ഒരു നേഴ്സ് അല്ലെ, ഇവരെല്ലാം ഉൾപ്പെടുന്നതാണ്. പിന്നെയാണ് നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് റിപ്പോർട്ട്സ് ഓഫ് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെ, ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ട്സും അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസും ഷുഡ് ബി. ആ ടൈമിലെല്ലാം എന്ത് വേണം? ഇതെല്ലാം നമുക്ക് കയ്യിൽ കരുതിയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. റിപ്പോർട്ട്സും ക്ലിനിക്കലും
അല്ലെങ്കിൽ ആ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ അക്യൂറിംഗ് ടീമിന് കൈമാറണം. അക്യൂറിംഗ് ടീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ടീമിലെ അവർക്ക് കൊടുക്കേണ്ട രോഗിയുടെ ചാർട്ട് ഡീറ്റെയിൽസ് ഒക്കെ അത് കഴിഞ്ഞിട്ടല്ലേ തുടർ ചികിത്സ അവർ നടത്തുള്ളൂ. അതുവരെ ചെയ്തതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡോക്യുമെന്റേഷനിൽ വരുന്നത്. നമ്മൾ നേരത്തെ എന്താ പറയാ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. കുറച്ചും കൂടി ഒരു പോയിന്റ്സ് ആക്കി പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതുവരെ ഇത്രയുമാണ് നമ്മളുടെ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ പറയുക. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ ഇവിടെ വെച്ച് തീരുകയാണ്. അപ്പോ ഇതുവരെ നമുക്ക് എല്ലാം ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയിരിക്കണം ഫസ്റ്റ് തുടങ്ങി കേട്ടോ. മാഡം ഇതിന്റെ നോട്ട് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇതിന്റെ കോപ്പി നമുക്ക് ഓൾറെഡി നമുക്ക് PDF തരത്തില്ലേ? എല്ലാവർക്കും തരുന്നുണ്ടല്ലോ PDF. നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് നോട്ട്സ് അങ്ങനെ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ സെയിം തരുന്ന കോപ്പി വെച്ചിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ ഓരോരുത്തർക്ക് എക്സ്ട്രാ നോട്ടായിട്ട് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഓരോ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ നിങ്ങൾ ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള നോട്ട്സുകൾ എടുത്തു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സിന്റെ ആ ടൈമില് നിങ്ങൾക്ക് തന്നെ എന്താ ലെക്ചർ നോട്ട് പോലെ അത്യാവശ്യം വേണ്ടുന്ന ടീച്ചേഴ്സ് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ടാവില്ലേ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അല്ലാത്തത് നിങ്ങൾ ആ സ്റ്റേറ്റ് നിങ്ങൾ ആ കോപ്പി നോക്കി തന്നെ പഠിക്കുക കേട്ടോ. മാഡം നമുക്ക് നോട്ട് എഡിറ്റ് ചെയ്തോ ഇമ്പോർട്ടൻസ് പോയിന്റ്? ഇമ്പോർട്ടൻസ് നമ്മൾ ക്ലാസ് എടുക്കുമ്പോ ആ ഒരു ഇതിൽ പറയാറില്ല ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വരും ഇങ്ങനെയുള്ളതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ തന്നെ ഒന്ന് ലെക്ചർ നോട്ട് പോലെ എഴുതാം. ഓക്കെ, അല്ലാണ്ട് നമ്മളെ സെപ്പറേറ്റ് നോട്ടായിട്ടല്ല കൊടുക്കുന്നത്, ഈ ഒരു PDF തന്നെയാണല്ലോ തരുന്നത് നിങ്ങൾക്ക്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ ഓരോ ചാപ്റ്ററിന്റെയും കോപ്പി കയ്യിൽ എടുത്തു വെക്കുക. എന്നിട്ട് അതനുസരിച്ച് പഠിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ ക്ലാസ് റൂമിൽ ഇടുവോ? നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് അയച്ചു തരുന്നുണ്ടല്ലോ ഓരോ ക്ലാസ് കഴിയുമ്പോ, കിട്ടുന്നില്ലേ? ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴല്ലേ? അതെ അതെ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പോലെ വരുന്നില്ലേ ക്വസ്റ്റ്യൻസ്? ഇന്നുണ്ടോ മാഡം? തരാറില്ലേ? രണ്ടെണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, അതൊക്കെ മോക്ക് ടെസ്റ്റ് അയച്ചു തരും കേട്ടോ. ഇന്നുണ്ടോ മാഡം മോക്ക് ടെസ്റ്റ്? അപ്പൊ എന്താ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യാ, ഈ ഒരു കോപ്പി വെച്ചിട്ട് നിങ്ങൾ പഠിക്കണം. ഓരോ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. അല്ല മാഡം ഇന്ന് മോക്ക് ടെസ്റ്റ് ഉണ്ടോ? നിങ്ങൾക്ക് ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ ICU നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? ഓക്കെ, ഈ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന് കിട്ടിയിട്ടില്ല? ഇല്ല. ആർക്കും കിട്ടിയിട്ടില്ല എന്നാണോ? ആർക്കെങ്കിലും കിട്ടിയതുണ്ടോ? അത് ശരിയാട്ടോ, അതിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്യാട്ടോ. ഇപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞല്ലോ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് എടുക്കുന്നത് കൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണേ കേട്ടോ. നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാനോ? ഏകദേശം ഇത്രയും എടുത്തത് ഈ ചാപ്റ്റർ ക്ലിയർ ആണോ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് നമ്മൾ ഇതുവരെ എടുത്ത ഈ ചാപ്റ്റർ ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ആണ് മാഡം. ഓക്കെ അല്ലേ? ഞാൻ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കട്ടെ? നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പൊ നമുക്ക് അധികം ടൈം ഇല്ലല്ലോ. അപ്പൊ ഇത് തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇതാവും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പുതിയ ദിവസം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, നെക്സ്റ്റ് ചാപ്റ്റർ. അപ്പൊ നമുക്ക് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ജസ്റ്റ് ഒന്ന് ഞാനത് എന്താ പറയാ ഒരു റിവിഷൻ പോലെ ചെയ്യാം. 10 മിനിറ്റ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് റിവിഷൻ ആയിട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ പെട്ടെന്ന് ചാടിക്ക് ഒരു ആൻസർ പറയണ്ട. ഞാൻ ഓരോരുത്തരോടായിട്ട് ചോദിക്കാം. ഓക്കെ, ചോദിക്കുന്നവര് ആൻസറുകൾ പറയുക. ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. സെയിം ആ വേർഡ്സ് തന്നെ വെച്ചൊന്നും പറയണമെന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലായത് അതുപോലെ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ,
ഫ്രം ജനറൽ വാർഡ് ടു ICU. ഫ്രം ജനറൽ വാർഡ് ടു ICU. ഇത് ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ആണെന്ന് പറയാനാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. അനീറ്റ പറയാമോ? അനീറ്റ ഇല്ലേ? ഓക്കെ. രമ്യ? ഇന്റേണൽ ട്രാൻസ്ഫർ. ഇന്റേണൽ ട്രാൻസ്ഫർ. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. അതായത് നമ്മൾ പറഞ്ഞു എന്താ, ഒരു ഫ്രം ജനറൽ വാർഡ് ടു ICU. നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് ഈ ഒരു മെത്തേഡിലായിരിക്കും കേട്ടോ. എക്സാമ്പിൾ തന്നിട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും വരുന്നത്. ഓക്കെ. ഇനി the main aim of the transfer. എന്താണ് ഒരു ട്രാൻസ്ഫറിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണെന്ന് കേട്ടോ. ഓക്കെ, ബിനോയ് പറയാമോ? കണ്ടിന്യൂറ്റി ആയിട്ട് മെഡിക്കൽ കെയർ. കണ്ടിന്യൂറ്റി മെഡിക്കൽ കെയർ. കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ, അതായത് കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ, വെരി ഗുഡ്. അത് ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറിലാണ് വരുന്നത്. ഇൻട്രാ ഹോസ്പിറ്റലാണ് വരുന്നത്. മെയിൻ എയിം എന്ന് പറയുന്നത് ഈ കണ്ടിന്യൂറ്റി കിട്ടുക, കണ്ടിന്യൂറ്റി ആയിട്ട് മെഡിക്കൽ കെയർ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ ഒരു ട്രാൻസ്ഫർ വേളയിൽ പേഷ്യൻസിന് ഉപയോഗിക്കുന്നത്? എക്യുപ്മെന്റ്സ് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഇനി പറയാത്ത ആരാണുള്ളത്? വീൽ ചെയർ, പറഞ്ഞു. ഐഡന്റിഫിക്കേഷൻ ലേബിൾസ്, പേഷ്യൻസ് ബിലോങ്ങിങ്സ്, എക്സ്റേ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, പേഷ്യന്റ് റെക്കോർഡ്സ് ആൻഡ് ഫയൽസ്, കാർഡിയാക് മോണിറ്ററിംഗ് ആൻഡ് ഇഫ് റിക്വയർഡ്. ഓക്കെ, എക്യുപ്മെന്റ്സ് എത്രയാണ്? എക്യുപ്മെന്റ്സ് ആണ് എക്സ്റേ, വീൽ ചെയർ ഫെസിലിറ്റീസ് അല്ലെ, അങ്ങനെയുള്ള ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ്, 3 ടൈപ്സ് ആംബുലൻസിനെ പറ്റി പറഞ്ഞായിരുന്നു അല്ലെ. ഇനി ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. എന്താണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നെക്സ്റ്റ് പറഞ്ഞു. ഫിസിക്കൽ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിനെയാണ് ബേസിക് ലൈഫ് സപ്പോർട്ടിൽ ഉപയോഗിക്കുന്നത്. ക്രിട്ടിക്കൽ അല്ലാത്ത ഒരു സിറ്റുവേഷൻ. സിറ്റുവേഷൻസ്. ഓക്കെ, വെരി ഗുഡ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്. എന്തിനാണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ഉപയോഗിക്കുന്നത്? എത്തരത്തിലുള്ള പേഷ്യൻസിനാണ്? പേഷ്യന്റിന് കൊടുക്കണം. മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസ്. മോഡേൺ ലൈഫ് സപ്പോർട്ട് സർവീസ് കൊടുക്കുക. പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ? കാർഡിയാക് മോണിറ്ററിംഗ്, എൻഡോട്രാസിയ, ഇന്റുബേഷൻ, കാർഡിയാക് മോണിറ്ററിംഗ്, ഒരാൾ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓർഗൻ പ്ലാന്റേഷൻ, ഇൻട്രാവെനസ് ഇത് നമ്മൾ പറഞ്ഞായിരുന്നു. എയർ ട്രാൻസ്പോർട്ട് അല്ലെ. എയർ ട്രാൻസ്പോർട്ട് എങ്ങനെയുള്ളവർക്കാണ് അത് കൂടുതൽ ബെനിഫിറ്റബിൾ ആയിട്ടുള്ളത്? എയർ ട്രാൻസ്പോർട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, ഡെവലപ്ഡ് കൺട്രീസിലാണ് ഉപയോഗിക്കുക. ഓക്കെ, മൈക്രോ കാർഡിയക് പേഷ്യൻസിനും സ്ട്രോക്ക് പേഷ്യൻസിനും ഒക്കെയാണ് കൂടുതൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ലെവൽ 0, 1, 2, 1, 3. ഒരു പേഷ്യൻസിന്റെ 4 ടൈപ്സ് ഓഫ് ലെവൽസ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ഇനി ലെവൽ 0ൽ എന്താണ് പേഷ്യന്റിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്? 0 ഇതുവരെ പറയാത്തവര് അല്ലാത്ത പേഷ്യൻസ് ആണ് ലെവൽ 0 ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മള് പേഷ്യന്റ് ഓക്കെ. ഇനി ലെവൽ 2, ലെവൽ 1ൽ വരുമ്പോ എന്താണ് പേഷ്യൻസിന്റെ ചേഞ്ച്? ക്രിട്ടിക്കൽ കണ്ടീഷൻ, ക്രിട്ടിക്കൽ കെയർ, ക്രിട്ടിക്കൽ കെയർ ടീമിന്റെ പാരാമെഡിക് ട്രെയിനഡ് നഴ്സ്, പാരാമെഡിക് ട്രെയിനിയും ഒരു നഴ്സും ട്രെയിനഡ് ആയിട്ടുള്ള ഒരു നഴ്സസിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ലെവൽ ഓക്കെ ലെവൽ 2ൽ എന്താണ് പറയാത്ത ഒരാൾ പറയാമോ? ഒബ്സർവേഷൻ, ഫെയിലിയർ ആൻഡ് സിംഗിൾ ഓർഗൻ ഓർഗൻ മെയിൻ ആയിട്ട് പറയുക, സിംഗിൾ ഓർഗന്റെ പ്രോബ്ലംസ് വരുന്നവർ കേട്ടോ. ഇനി ലെവൽ 3ൽ എന്താണ്? സ്റ്റെഫി പറഞ്ഞോ? സ്റ്റെഫി പറഞ്ഞില്ലല്ലോ നേരത്തെ. ഫെയിലിയർ ഓഫ് 2 അഡ്വാൻസ്ഡ് റെസ്പിറേറ്റിംഗ് കെയർ, ഫെയിലിയർ ഓർഗൻ, അതായത് ഓർഗൻ സിസ്റ്റം അല്ലെ. എന്തെങ്കിലും ഓർഗൻസ് ഫെയിലിയർ ആയിട്ടുള്ളവർക്കാണ് ഈ ലെവൽ 3. പക്ഷെ കുറച്ചുകൂടി ക്രിട്ടിക്കലായി. 0 എന്ന് പറയുമ്പോൾ കുറവ്, 1, 2, 3 വരുമ്പോ എന്താണ്? ഓരോ സെക്ഷനിലേക്ക് വരുന്നതോടും ഓരോ ഇത് ക്രിട്ടിക്കൽ ആയിട്ട് വരുന്നൊരു സന്ദർഭമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇത് നമ്മൾ പറഞ്ഞു
ഡോക്യുമെന്റേഷന്റെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഒരു പേഷ്യന്റിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വേണ്ടത്? ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ, കുറെ ഡീറ്റെയിൽസ് വേണം, ഡോക്യുമെന്റേഷൻ വേണം അല്ലെ? ജസ്റ്റ് ഒന്ന് ഓരോ പോയിന്റ് ആയിട്ട് പറയാമോ? ഒരാളൊന്ന് പറഞ്ഞേ, ഒരു 5 പോയിന്റ് പറഞ്ഞാൽ മതി. പല്ലവി പറഞ്ഞായിരുന്നോ? ഓക്കെ, പല്ലവി പറഞ്ഞോ. Authentication of patient transfer. പറഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ ഒരു ട്രാൻസ്ഫർ ചെയ്യുമ്പോ ആ ഒരു പ്രൊസീജിയർ നമ്മൾ പറഞ്ഞില്ലേ, ഒത്തിരി കാര്യങ്ങളൊക്കെ വേണമെന്ന്. എന്തൊക്കെയാണെന്നത് പറഞ്ഞേ, മനസ്സിലായത് പറഞ്ഞാൽ മതി. Authentication of patient transfer is most significant. Okay. Should always be obvious at all stages of transfer. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ലീഗൽ പേപ്പേഴ്സിന്റെ കാര്യം പറഞ്ഞായിരുന്നില്ലേ? അതെ. ലീഗൽ പേപ്പേഴ്സ്, അതായത് നമ്മൾ പറഞ്ഞ ഈ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ്, അതായത് സ്റ്റാറ്റസും, പിന്നെ എന്താ പറയുന്നത്, സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി വേണം അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പ്രൊസീജിയറിലെ വേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എല്ലാവരും ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് കുറച്ചൊക്കെ ക്ലിയർ, കുറച്ചു പേർക്കെങ്കിലും അത്യാവശ്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഒട്ടും അറിയാത്ത, ചിലപ്പോ ക്ലാസ് ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യാം, നല്ല ഒന്നുകൂടി ക്ലാസ് കയറി അറ്റൻഡ് ചെയ്യും, ക്ലാസ് കയറി കാണുക. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുക കേട്ടോ. ഇതുവരെ ക്ലിയർ ആണ്? നമുക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചത് റിവിഷൻ ഒക്കെ ചെയ്യാലോ? എന്താണ് എല്ലാവരുടെ അഭിപ്രായം? നമുക്കൊരു ഇന്ററാക്ഷൻ കിട്ടില്ലേ? അല്ലെങ്കിൽ ടീച്ചർ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ക്ലാസ് എടുക്കുക, പറഞ്ഞു തരാൻ നിങ്ങൾ കേൾക്കുക മാത്രം ചെയ്യുമ്പോ അതൊരു ക്ലാസ്സിന് ഒരു ഇന്ററാക്ഷൻ നമുക്ക് വരുന്നില്ല അല്ലെ? നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ട് കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ട് ആക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ആണ് പഠിപ്പിക്കുന്നത്? എന്താണ് അടുത്ത ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ ആണ് പഠിപ്പിക്കുന്നത്? ചാപ്റ്റർ അത് ഡിസൈഡ് ചെയ്തിട്ടില്ല, എന്തായാലും പുതിയൊരു ചാപ്റ്റർ ആണ് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അല്ല മേഡം, ഏതാ ചാപ്റ്റർ എന്ന് പറഞ്ഞാലേ നമുക്ക് ആ പ്രിന്റ് ഔട്ട് എടുത്ത് വയ്ക്കായിരുന്നു. നിങ്ങൾക്ക് ഇൻഫോം ചെയ്തിട്ട് പറഞ്ഞു തരാം. ഓക്കെ, ഗ്രൂപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഇൻഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഒരുവിധമൊക്കെ എന്തെങ്കിലും ഒക്കെ ഒരു ഐഡിയ ഇല്ല ഇപ്പൊ അതിനെ പറ്റി? എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് മനസ്സിലായില്ല, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ടീച്ചേഴ്സിന്റെ ഭാഗത്തോ എന്തെങ്കിലും മനസ്സിലായില്ല എന്നൊക്കെ എന്തെങ്കിലും ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.